എല്ലാവരും ഒരുമിച്ച് സാറിനെ കാണാനുള്ള ആളുകൾ അകത്തേക്ക് കളക്ടറെ കാണാൻ വന്നുള്ള എല്ലാവരും അകത്തേക്ക് ഇല്ല ചേട്ടൻ ടോക്കണൊന്നുമില്ല എല്ലാവരും ഒരുമിച്ചാണ് നമസ്കാരം. അപ്പോൾ SPMI മീറ്റിംഗ് എപ്പോൾ വെക്കണം? 7th or 8th? ഓക്കെ, ഇരിക്കൂ പ്ലീസ്. അഖിലയിൽ പ്രോഗ്രാം കഴിഞ്ഞ് കം ബാക്ക് അറൗണ്ട് 3 o'clock. ഇരുന്നോളൂ, എല്ലാവരും ഇരുന്നോളൂ. അമ്മ ഇരുന്നോളൂ അവിടെ. ഇന്ന് കുറച്ച് തിരക്കിലാണ്. അഖിലയിൽ എനിക്കൊരു മെഡിക്കൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്യണം. ക്ഷമിക്കണം പ്ലീസ്. വേറൊന്നും വിചാരിക്കരുത്. നിങ്ങൾ ഈ അപേക്ഷകളെല്ലാം ഇവിടെ വെച്ചോളൂ, ഞാൻ നോക്കിക്കോളാം. വേറെ ദിവസം കാണാം. സതീശൻ സമ്മതമാണോ? ഞാൻ നോക്കിക്കോളാം. എല്ലാവരും അവിടെ വെച്ചോളൂ. സതീഷ് എല്ലാം വാങ്ങിച്ചോളൂ. എല്ലാവരും ഫ്രീ ആക്കിക്കോ. ഡോണ്ട് വറി, ഞാൻ നോക്കിക്കോളാം പ്ലീസ്. ഓക്കെ, നേരിട്ട് കാണാം. ശരി. സോ ഐ വോണ്ട് ടു ഡിസ്കസ് മാം, നാളെ നമുക്ക് ഞാൻ കുറച്ച് ബിസിയാണ്. ഓൾസോ ആ ലാൻഡ് അക്വിസിഷൻ വെച്ചുള്ള ഓർഡർ ഇത് തന്നെ. പിന്നെ ഇപ്പോൾ ഈ പുതിയ ലെജിസ്ലേഷൻ വന്ന ശേഷമുള്ള ഓർഡേഴ്സ് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. പറയൂ, എന്താണ്? ഞങ്ങൾ അയ്യങ്കാളിപ്പടയുടെ പ്രവർത്തകരാണ്. ഒരു പ്രതിഷേധവുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, എന്താണ് ഇഷ്യൂ? പരാതിയിൽ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ? അങ്ങനെ എഴുതി പരിഹരിക്കേണ്ട ഒരു പ്രശ്നമല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? നിങ്ങൾ ഇരിക്കൂ, കാര്യം പറയൂ. ഇരിക്കൂ പ്ലീസ്. പറയൂ. കഴിഞ്ഞ ആഴ്ച നിയമസഭ പാസാക്കിയ ആദിവാസി ഭൂനിയമ ഭേദഗതി ബില്ല് അത് പിൻവലിക്കണം, അത് റദ്ദാക്കണം. കേരളത്തിലെ മുഴുവൻ ആദിവാസികൾക്ക് അവകാശപ്പെട്ട അവരുടെ ഭൂമി അവർക്ക് തിരിച്ചു നൽകണം. ഇറ്റ്സ് എ ലെജിസ്ലേറ്റീവ് ആക്ഷൻ. അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ നിയമം നടപ്പാക്കുന്നവരാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൗണ്ടർ ആക്ഷൻ. നിങ്ങളെ ബന്ദിയാക്കിക്കൊണ്ട് ഈ അനീതിക്കൊരു പരിഹാരം കാണാൻ സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ബന്ദി? വാട്ട് ഡു യു മീൻ? പരിഭാഷയൊന്നും അറിയില്ല. യു ആർ അണ്ടർ അവർ കസ്റ്റഡി എന്ന്. പിടിച്ചു കേട്ട്. Don't do anything unlawful. Sir, please, sir. ഒന്നും ചെയ്യല്ലേ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, എല്ലാവരും ഇവരൊന്ന് മാറി പോകണം. ഒരു വലിയ അനീതിക്കെതിരെയുള്ള കലാപമാണിത്. അതേക്കുറിച്ച് സർക്കാരുമായി സംസാരിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. ഈ ചർച്ച സുഗമമായി നടക്കാൻ വേണ്ട എല്ലാ ആയുധങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരാളും അടുത്തു വരരുത്. പോലീസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം. ഈ കലാപം അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഇതിവിടെ സമാധാനപരമായി നടത്തുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെടുകയാണ്. ആരും അടുത്തു വരരുത്.